എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അതായത് ഞങ്ങൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി ഹൈവേ നിൽക്കുക. ഇതിൻ്റെ സൈഡിൽ നല്ല കായലോര കാഴ്ചകളുണ്ട്. കായലാണ് കേട്ടോ ഈ ഫുള്ള്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ പോകുമ്പോൾ എല്ലാവരും കാണുന്ന കായൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു വരുന്നത് കായൽ. അന്നേരം ഇങ്ങോട്ട് പോകുന്ന വഴി ഒരു കള്ള് ഷാപ്പുണ്ട്. ടുഡേ ഫാമിലി തൃപ്തി എന്ന് പറഞ്ഞ ഫാമിലി ടുഡേ കള്ള് ഷാപ്പില്ലേ, അതിൽ അങ്ങോട്ട് പോകാം. അവിടെ കുറേ ഉണ്ട്, കുറേ ഐറ്റംസ്, താറാവ്, കരിമീൻ, ഞണ്ട, പന്നി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നാടൻ കള്ളും കിട്ടും. നമുക്ക് ഇന്ന് അങ്ങോട്ട് പോയിട്ട് കുറച്ച് ഐറ്റംസ് ഒന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ. വലിയ കള്ള് ഷാപ്പ് ഒന്നുമല്ല, ഒരു ചെറിയ കള്ള് ഷാപ്പാണ്. ചെറിയ കള്ള് ഷാപ്പ് കാണിച്ചു കൊടുത്തത്. അവിടെയാണ് ആ കള്ള് ഷാപ്പ്. കള്ള് ഷാപ്പുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലതാണെങ്കിൽ നല്ലതെന്ന് നമ്മൾ പറയും, മോശമാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞേക്കാം. നിങ്ങളും നമുക്ക് ഒന്നിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. വാ. തൃപ്പി എന്ന് പറഞ്ഞാൽ കുട്ടനാടൻ ഫാമിലി റെസ്റ്റോറൻറ്റ്, നാടൻ കറിയും ഊണും ഒക്കെ കിട്ടുന്ന ഷാപ്പാണ്. നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് ഒന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ റോഡിൽ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ കള്ള് ഷാപ്പ് കൂടിയാണ്. നമുക്ക് അന്നേരം ഇവിടെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഓൾറെഡി ഇവിടെയൊക്കെ പണിയുന്നുണ്ട്. എന്താ അവർ പണിഞ്ഞുകൊണ്ടിരിക്കുക നല്ലപോലെ. നമുക്കിവിടെ കുറേ ഹഡായിട്ട് 1-2 ഹഡുണ്ട്. 2 ഹഡ് പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കന്നേരം ഇവിടെ ഒന്ന് കയറി ഇരുന്ന് ഫുഡൊന്ന് കഴിച്ച് നോക്കാം. എങ്ങനെ നോക്കാം. അങ്ങനെ നമ്മൾ ഞങ്ങളുടെ ഷാപ്പിനകത്തൊക്കെ കയറി ഇരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അന്നേരം വലിയ ഷാപ്പൊന്നുമല്ല, ചെറിയ സെറ്റപ്പിലുള്ള ഷാപ്പാണ്. അത്യാവശ്യം കുട്ടനാടിൻ്റെ നാടൻ സ്റ്റൈലിൽ, കുട്ടനാടിൻ്റെ നാടൻ സ്റ്റൈലിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഷാപ്പ് കൂടിയാണ്. അന്നേരം ഇവിടെ കയറി നമ്മൾ ഇരിപ്പുണ്ട്. ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുള്ള പൊറോട്ട, രാവിലെ കപ്പ തന്നുകൊണ്ട് കപ്പ വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ സ്ഥിരം കപ്പയല്ല കഴിക്കുന്നത്. പിന്നെ കരിമീൻ ഫ്രൈ ഉണ്ട്. അത് നല്ല വെറൈറ്റി ആയിട്ട് കുട്ടനാടിൻ്റെ സ്പെഷ്യലാണ് കരിമീൻ ഫ്രൈ. പിന്നെ ഉള്ളത് വരാൽ മീൻ കറി. പിന്നെ ഉള്ളത് ഒരു ബീഫ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്ര ഐറ്റം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരോ, അതുകൊണ്ട് തന്നെ ആരും കുടിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല, നിങ്ങളും കുടിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. കള്ള്, ഇന്നത്തെ നാടൻ കള്ള് രാവിലെ തന്നെ ചെത്തിയ കള്ളുണ്ട്. അതും സാപ്പിട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഒന്നുമില്ല, ശകല 1 ലിറ്റർ കള്ളേ പറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ പറഞ്ഞിട്ടില്ല. അന്നേരം അതോട് വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് വെളിയിലൊക്കെ ഞാൻ കയറി ഒന്നും ഞങ്ങൾ കാണിച്ചിട്ടോ. അത് പണിഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് സെറ്റപ്പാക്കി ഇതൊന്ന് നവീകരിച്ച് പണിയുന്ന നമ്മളറിയാൻ കിട്ടിയത് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ ഒരു കോപ്പ കള്ള് വന്നിട്ടുണ്ട്. ചില ഷാപ്പുകളിൽ കോപ്പയിലാണ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പം കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുണ്ട്. തന്നെ ചിലയിടത്ത് കുപ്പിയൊക്കെ മാറി ഇപ്പം കുടം കള്ളൊക്കെ ആയിട്ടുണ്ട്. കലത്തിലൊക്കെ കള്ള് വന്നിട്ടുണ്ട്. അന്നേരം ഇവിടെ അഡ്വാൻസ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. അത് വേട്ടെ. അന്നേരം രാവിലത്തെ ഒരു മൂത്തതല്ല, രാവിലത്തെ തണുത്ത കള്ള് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഒഴിച്ചു നോക്കാം. എൻ്റെ ഗ്ലാസ് കൂടെ അടുത്തിരുന്നോട്ടെ. രാവിലെ തന്നെ ചെത്തി ഇറക്കിയ കള്ളാണെന്ന് പറഞ്ഞു. എന്തായാലും കുട്ടനാട് വന്നു കഴിഞ്ഞാൽ നല്ല തെങ്ങും കള്ള് ഇഷ്ടംപോലെ കിട്ടും നമുക്ക്. അത് ധൈര്യത്തിൽ വാങ്ങിച്ച് കുടിക്കാം. വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലയിടത്തൊന്നും തെങ്ങും കള്ള് കിട്ടാനില്ല. ഇപ്പോൾ ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. കുട്ടനാട് തെങ്ങും കള്ള് മാത്രമേ ഉള്ളൂ. നല്ല മണപ്പുണ്ട്. രാവിലത്തെ കള്ള് തന്നെയാണ്. അതിൻ്റെ ഒരു മധുരമുണ്ട്, നല്ല മധുരം അറിയാം, നമുക്ക് കുടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഏതാണ്ട് ഓരോ ഐറ്റം വന്നുകൊണ്ടിരിക്കുക. വരാല് കറി ഒരു പീസ് കറി വെച്ചതുണ്ട്. അത് തന്നെ. അത് ബീഫ് ഫ്രൈ ഇരിപ്പുണ്ട്. പിന്നെ കള്ളുമുണ്ട്. പിന്നെ ബാക്കി കപ്പ പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് പറഞ്ഞെങ്കിൽ പൊറോട്ട. ഇന്ന് രാവിലെ നമ്മൾ കപ്പ കഴിച്ചത്, അതുകൊണ്ടാണ് കപ്പ വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കപ്പ പറഞ്ഞിട്ടില്ല, എന്നാൽ പോലും ചേട്ടൻ പറഞ്ഞ് നമുക്ക് വേണ്ട കപ്പ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കപ്പ കൊണ്ട് തന്നിട്ടുണ്ട്. കഴിച്ച് നോക്കാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. നമ്മൾ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഏറ്റവും സ്പെഷ്യൽ കുട്ടനാടൻ സ്റ്റൈൽ കരിമീനാണ്. നമ്മൾ ഈ അടുത്ത സമയത്തെങ്ങും കരിമീൻ പോയി ഷാപ്പുകളിൽ പോയി കഴിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ സാധാരണ കഴിക്കാറുള്ള സാധനം. പിന്നുള്ളത് അതുകൊണ്ട് ആ കപ്പയും നമ്മൾ സ്ഥിരം കഴിക്കുന്നു. അതുകൊണ്ട് ആ കപ്പ പറയാം, പൊറോട്ട പറഞ്ഞ് വെറൈറ്റി ആയിട്ട്. കരിമീനുണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള ഐറ്റം. അതുകൊണ്ട് ഇലയിലൊക്കെ അത് പ്രത്യേക രീതിയിൽ കൂടെ പൊരിച്ച് തന്നിട്ടുണ്ട് നമുക്ക്. കുട്ടനാട് വന്നു കഴിഞ്ഞാൽ കരിമീനൊന്ന് കഴിക്കുക തന്നെ ചെയ്യണം നമ്മൾ. ചൂട് പാറുക കേട്ടോ. കരിമീൻ പൊള്ളിച്ചത് കൂട്ടത്തിൽ. അത് മാത്രമല്ല തക്കാളിയൊക്കെ ഇട്ട് വെറൈറ്റി സെറ്റപ്പില്ല. ഈ ചൂട് കാരണം ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുപോലെ ചൂടാണ് കേട്ടോ. വരാൽ മീൻ കറി വെച്ചുണ്ട്. അത് നമ്മുടെ പൊറോട്ടയ്ക്കകത്തോടെ ഗ്രേവി കുറച്ചങ്ങോട്ട് ഒഴിക്കാം, എന്നിട്ട് കഴിച്ച് നോക്കാം അത് സംഭവം എന്തോരം. കുട്ടനാട് വന്നിട്ട് എന്തോരം വരാൽ മീൻ ഇതുവരെ കറി വെച്ച് നമ്മൾ കഴിച്ചിട്ടില്ല. പൊറോട്ട, മീൻ കറി
അതൊരു ടേസ്റ്റാണെന്ന് തോന്നുന്നു. നമ്മൾ മീൻകറിയുടെ ടേസ്റ്റ് കൊള്ളാം. നല്ല മുളക് പൊടിയുടെ കറക്റ്റ് മുളക് പൊടിയുടെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് അറിയാം. മുളകിൻ്റെയൊക്കെ ടേസ്റ്റ് കറക്റ്റ് മീനറിയാം. ഇവിടെ കിട്ടുന്ന വരാൽമീനാണ്. ഇവിടെയൊക്കെ ഈ പാടത്തൊക്കെ കിട്ടുന്ന സാധനമാണ്. മീനിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കിയേക്കാം. വരാൽ ഇതുവരെ കറി വെച്ച് ഞാൻ ഇതുവരെ ഷാപ്പുകളിൽ കയറി കഴിച്ചിട്ടില്ല. വലിയൊരു മീനാണ്. വലിയ മീൻ തന്നെ. നിങ്ങൾ കഴിച്ചില്ലെന്നാരും പറയല്ലേ. മീനിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. വരാൽ മീനിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. വിമൽ കഴിച്ചിട്ട് ഒന്നുകൂടെ അവൻ്റെ അഭിപ്രായം പറയുന്നത്. വരാലും പൊറോട്ട എന്തെല്ലാം അടിപൊളി കോമ്പിനേഷനാണ്. ചാറിനകത്ത് തന്നെ ഇതുപോലെ നാടൻ സ്റ്റൈലിൽ തന്നെ മുളക് ഇട്ട് വെക്കുന്ന മീൻ കറി, അതിൻ്റെ ഒരു ടേസ്റ്റ് അതിനറിയാൻ പറ്റും. മുളക് പൊടിയുടെ ടേസ്റ്റ് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക്. അപ്പോൾ പിന്നീട് ഇതിന് കൂട്ടത്തിലുള്ള നമ്മുടെ ബീഫ് ഫ്രൈയാണ്. ബീഫ് എന്ന് പറഞ്ഞാൽ അധികം മൂത്ത ബീഫൊന്നുമല്ല, ഒരു തോർന്ന് പറയില്ലേ, കുറച്ച് സോഫ്റ്റാണ് ബീഫുണ്ട്. ബീഫ് കൂടെ ഒന്ന് കഴിച്ച് നോക്കിയേക്കാം. ബീഫ് കൊള്ളാം. നമ്മൾ സാധാരണ കഴിക്കുന്ന കഴിഞ്ഞ ഫുഡുണ്ടല്ലോ, നമ്മുടെ അത്തിക്കാൻ ഷാപ്പിലെ ഫുഡ്, അവിടുത്തെ ബീഫ് നല്ലപോലെ മുരിഞ്ഞ ബീഫായിരുന്നു. ഈ ബീഫാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ബീഫാണ്. എന്നാൽ ടേസ്റ്റ് ഉണ്ട്, എല്ലാം അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ അതുപോലെ ഗാർണിഷ് ചെയ്താൽ അവരെല്ലാം തന്നേക്കുന്നത് കേട്ടെ ഉണ്ട്. എല്ലാം ഉള്ളിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്താണ് തന്നേക്കുന്നത്. അപ്പോൾ ബീഫിൻ്റെ ടേസ്റ്റ് എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ്, എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. മുരിഞ്ഞ അല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നുള്ളത് സ്പെഷ്യൽ, നമ്മൾ ഷാപ്പുകളിലൊന്നും വന്ന് കഴിച്ചിട്ട് കരിമീൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആൾക്കാർ പറയുന്നവർക്ക് കരിമീൻ്റെ ടേസ്റ്റ് തന്നെ. കരിമീൻ ഇലയിൽ ചുട്ട് പൊള്ളിച്ചെടുത്താൽ കേട്ടോ. കരിമീൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇതിനകത്ത് ഏലക്ക ഇട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. ഏലക്ക ഉണ്ടോ? ഉണ്ട്. ഏലക്കയുടെ ഒരു ഫ്ലേവറൊക്കെ നല്ലപോലെ അറിയുന്നുണ്ട്. കരിമീൻ സ്പൈസസ് ഐറ്റംസ് കുറച്ച് ചേർത്താണ്. ഏലക്കയുടെ ഒരു മണവും ടേസ്റ്റും സ്പെഷ്യലായിട്ട് അറിയാറുണ്ട്. അത് മാത്രമല്ല പഴുത്ത തക്കാളിയൊക്കെ ഇതാണ്ട് ഇങ്ങനെ അവർ ഇതിൻ്റെ മണ്ടയ്ക്ക് ഗാർണിഷ് ചെയ്ത് ഇതുകൂടെ വെച്ച് പൊതിഞ്ഞ് ചെയ്ത് വെച്ചേക്കണം. അതിന് ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. സ്പെഷ്യൽ ഒരു ടേസ്റ്റ്, നാടൻ ഫ്ലേവർ ഉപയോഗിച്ച സ്പൈസസ് ഫ്ലേവറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കരിമീനൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല. കൊടുക്കുന്ന ആവശ്യമുള്ള സാധനം ഇവിടെ ഉണ്ട്. ലാസ്റ്റ് തന്നെ ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ ഓരോ ദിവസമായിട്ട് കഴിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ബഡ്ജറ്റ് പള്ളിയാണ്. പിന്നെ പറയേണ്ടതല്ല, നമ്മൾ ഏത് ഷാപ്പിലെയും മെയിൻ ഐറ്റം കള്ള് ഷാപ്പിലെ കള്ള്, ആ കള്ളുണ്ട് സംഭവം. തെങ്ങും കള്ള് തന്നെയാണ്. മീനും ഉണ്ട് കണ്ട ഇതിനകത്തോട്ട്. മീൻകറിയായിട്ട് കപ്പയുടെ കൂട്ടത്ത് ഈ മീൻകറി അടിപൊളി കേട്ടോ. കപ്പയും മീൻകറി അല്ല, ഈ മീനിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ മുളക് പൊടി നല്ലൊരു ചേർത്തൻ്റെ ആ ഫ്ലേവർ അറിയാമോ. അപ്പോൾ ഈ കപ്പയൊക്കെ അത് മുളക് പൊടിയുടെ ടേസ്റ്റും പിന്നെ ഇതിൻ്റെ ചാറിൻ്റെ ടേസ്റ്റും പിന്നെ ഈ കപ്പയുടെ നല്ല കോമ്പിനേഷൻ ചേരുന്നുണ്ട്. ഉപ്പും ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും വന്ന് കഴിച്ച് നോക്കണം. ഓരോ സാധനം ടേസ്റ്റ് ചെയ്യണം, അറിയണം. കപ്പ വേണ്ടാന്ന് പറഞ്ഞത്, പക്ഷേ സാമ്പിൾ കപ്പ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും തന്നെ ഒരു പ്ലേറ്റ് കപ്പ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല മീൻചാറൊക്കെ ഒഴിച്ച് നല്ല ഗ്രേവി ആക്കിയാണ്. കപ്പ നമ്മൾ ആദ്യം കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ കപ്പ തരാം. മീൻകറിയുടെ കൂടെ ഈ മീൻകറിയുടെ കൂടെ അടിപൊളി മീൻകറി സൂപ്പർ മീൻകറിയാണ്. കപ്പയുടെ ടേസ്റ്റ് അപാരം ടേസ്റ്റാണ്. അതുകൊണ്ട് രണ്ടാം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് തീർന്നു. വേണ്ട എല്ലാ പ്ലേറ്റും കാലിയായി. മീനിൻ്റെ മുള്ളു മാത്രം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ബീഫ് ഫ്രൈ എല്ലാം തീർത്തു. കരിയാപ്പിലെല്ലാം ഒരു സൈഡിലോട്ട് ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സാറേ, ഇനി നമുക്ക് ബില്ല് ചോദിക്കാൻ പോവാം. എത്ര ആയെന്ന് അറിയാമല്ലോ. എന്നിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്ന് അറിയണ്ടേ. സമയം 5 മണിയായി. ഏകദേശം 1 മണിക്കൂർ എടുത്ത് കുറേ ഫുഡൊക്കെ കഴിച്ച് നിങ്ങളെല്ലാം കാണിച്ചല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കുഴപ്പമില്ല, ഫുഡൊക്കെ ആവറേജ് ക്വാളിറ്റിയാണ്, കുഴപ്പമില്ലെന്ന് പറയാം. ഫാമിലിയായിട്ട് വലിയ ആൾക്കാർ കയറുന്നില്ലെന്ന് പറയല്ലേ. ഫാമിലിയായിട്ട് വലിയ അല്ലല്ല, അധികം ആൾക്കാർ കയറുന്നില്ല. അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ റേറ്റിൽ
ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് കൂടുതലാണ്. എങ്ങനെ പറയേണ്ട റേറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം മിനി കൽപ്പകവാടിയെ അപേക്ഷിച്ച് അത് 850 രൂപ കൊണ്ടാണ് റേറ്റ് നമുക്ക് വന്നിരിക്കുന്നത്. അത് തന്നെ. ഇത് അതിനെക്കാട്ടി കൂടുതലാണ്, 950 രൂപയോളം വില റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ആവറേജ് കുറച്ച് കൂടുതലാണ്. അത്രയും ഫുഡിന് ക്വാളിറ്റി ഇല്ല. പൊറോട്ട അടിക്കാൻ അറിയാമെന്ന് തോന്നുന്നില്ല. പൊറോട്ട ബേക്കർ നല്ല വലിയ പൊറോട്ട അടിക്കുന്നില്ല. നമ്മൾ നല്ല കാര്യം നല്ലതെന്ന് മോശം പറയാം. മീൻ ഫ്രൈ, മീൻ പൊള്ളിച്ച കുഴപ്പമില്ലല്ലേ? മീൻ പൊള്ളിച്ച കുഴപ്പമില്ല. മീൻ കറി കുഴപ്പമില്ല. അതും കരിമീൻ ഇലയിൽ വെച്ച് വാട്ടിയിട്ട് അത് ഇലയിലകത്താക്കി ചെയ്ത് ആവി കയറ്റി ആ സംഭവം ചെയ്ത് തന്നാണ്. വെട്ടിക്കെട്ട് അത് നല്ല ടേസ്റ്റാണ്. മീൻ കറി കുഴപ്പമില്ല, ബീഫും കുഴപ്പമില്ല. പൊറോട്ടയിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു. പൊറോട്ട അടിക്കാൻ അറിയാവുന്ന ആളുണ്ടോയെന്ന് സംശയമുണ്ട്. പിന്നെ റേറ്റിൻ്റെ കാര്യത്തിലും കുറച്ച് കൂടുതലാണ്. 950 രൂപ എന്ന് പറഞ്ഞാൽ മറ്റ് ഷാപ്പുകളെ വെച്ചിട്ട് കൂടുതലാണ്. ഇതെല്ലാം വെച്ച് നോക്കിയാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മുടെ കത്തിക്കയം ഷാപ്പിലെ ഫുഡ് അതിൻ്റെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡാണ്. നല്ല ക്വാളിറ്റിയിൽ അടിപൊളിയാണ്. സ്റ്റാഫുകൾ ഒരു രക്ഷയില്ല, അടിപൊളി സഹകരണമാണ്. അത്രയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാഴ്ചകളാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ട് ഒന്നുകൂടെ കാണാത്തവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തോട്ട് ആ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് പോയി കണ്ടു നോക്ക്. നമ്മൾ അത്രയും ഫുഡ് കഴിച്ചിട്ട് 550 രൂപയോ അത്രേണ്ട റേറ്റ് വന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇത്ര ചീപ്പ് റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുക്കുന്ന വേറെ ഷാപ്പ് ഞങ്ങൾ ഈ അടുത്ത ഏരിയയിലേക്ക് വേറെ ഷാപ്പൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ എത്താം. അടുത്ത ദിവസം പുതിയ വ്യത്യസ്തമായ വീഡിയോ ആയി വരാവുന്ന ശുഭ പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ സൈൻ ഓഫ് ചെയ്യുക. അത് തന്നെ, തൃപ്തി കള്ള് ഷാപ്പിന് മുന്നേ വെച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. ഓക്കെ, ബൈ, സീ യു.